കശുവണ്ടി വികസന കോർപ്പറേഷനിൽ അഴിമതി ആരോപണങ്ങളിലെ വിജിലൻസ് അന്വേഷണം നടത്താനുള്ള മന്ത്രിസഭാ തീരുമാനം അട്ടിമറിച്ചതായി ആരോപണം. വിജിലൻസ് അന്വേഷണം നടത്തുമെന്ന് കഴിഞ്ഞ ജൂൺ മാസത്തിൽ സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചെങ്കിലും ഇതുവരെ നടപടിക്രമങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല. സമാനമായ രീതിയിൽ മുൻപ് 2 തവണ വിജിലൻസ് അന്വേഷണം സർക്കാർ തന്നെ അട്ടിമറിച്ചതായി ആരോപണം ഉണ്ട്. കശുവണ്ടി വികസന കോർപ്പറേഷനിലെ അഴിമതി CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലെ വാദത്തിനിടെയായിരുന്നു വിജിലൻസ് അന്വേഷണത്തിന് തീരുമാനിച്ചതായി സർക്കാർ ഹൈക്കോടതി അറിയിച്ചത്. 3 മാസം പിന്നിട്ടിട്ടും വിജിലൻസ് അന്വേഷണം നടത്താനുള്ള നടപടിക്രമങ്ങളൊന്നും ആരംഭിച്ചിട്ട് പോലുമില്ല. INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ ചെയർമാനായ സ്ഥാപനത്തിനെതിരെയുള്ള അന്വേഷണം സർക്കാർ അട്ടിമറിച്ചു എന്നാണ് ആരോപണം. വിജിലൻസ് അന്വേഷണം നടത്തുന്നതിന് ക്യാബിനറ്റ് തീരുമാനം എടുത്തെന്ന് അറിയിച്ചിട്ട് 2 മാസം കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഇതുവരേക്കും സർക്കാർ കൈക്കൊണ്ടിട്ടില്ല. ഈ അഴിമതിക്കാർ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അഴിമതിക്ക് യാതൊരു കുറവും ഇതുവരെയ്ക്കും ഉണ്ടായിട്ടുമില്ല. 2012 KNA ഖദർ അധ്യക്ഷനായ നിയമസഭാ സമിതിയും കശുവണ്ടി വികസന കോർപ്പറേഷനിലെ സാമ്പത്തിക ഇടപാടുകൾ വിജിലൻസ് അന്വേഷിക്കണമെന്ന് ശുപാർശ ചെയ്തിരുന്നു. അന്വേഷണം നടത്തുമെന്ന് നിയമസഭയിൽ അറിയിച്ചിരുന്നുവെങ്കിലും അവസാനം അതും അട്ടിമറിക്കപ്പെടുകയായിരുന്നു. സമാനമായ രീതിയിലേക്കാണ് ഇപ്പോഴത്തെ വിജിലൻസ് അന്വേഷണ പ്രഖ്യാപനവും നീങ്ങുന്നതെന്നാണ് ആക്ഷേപം. കശുവണ്ടി വികസന കോർപ്പറേഷനിലെ സാമ്പത്തിക ക്രമക്കേടുകൾ CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി KM എബ്രഹാമും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ, കൊല്ലം.